ഉണ്ണിത്താൻ, ശരിയാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ബി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിനെ അനുകൂലിക്കുന്നു. ബി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിനെ അനുകൂലിച്ച ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗിന്റെ നിലപാട് 29 സംസ്ഥാനങ്ങളിൽ കൌസ്ലോട്ടർ ഗോവധം നിരോധിച്ചത് 24 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. കോൺഗ്രസ് ഭരണകാലത്താണ് അങ്ങനെയുള്ള നിരോധനം ഏർപ്പെടുത്തിയത്, BJP ഭരണകാലത്തല്ല. മാത്രമല്ല, രാജ്യമെമ്പാടും ഗോവധ നിരോധനം വേണം എന്നാണ് ദിഗ്വിജയ് സിംഗിന്റെ നിലപാടെന്ന് മാത്രമല്ല, മുഗൾ ഭരണകാലത്തു പോലും ഗോവധ നിരോധനം ഏർപ്പാടാക്കി ഹിന്ദു വികാരത്തെ ആ രാജാക്കന്മാർ മുഖവിലക്കെടുത്തിരുന്നു. അപ്പോൾ സമാനമായ വിധത്തിൽ ഇന്ത്യയിലും അത്തരത്തിലുള്ള നയങ്ങൾ വേണം എന്ന് കോൺഗ്രസിന് തന്നെ അഭിപ്രായമുണ്ട്. നികേഷെ, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഗോവധ നിരോധനത്തെ കുറിച്ചല്ലല്ലോ. തൃശൂർ കേരളവർമ്മ കോളേജിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന ഗവൺമെന്റ്, ഇത് ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഈ തീരുമാനമെടുക്കാം. കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ദിഗ്വിജയ് സിംഗ് പല കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് AICC പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ ഓരോ വ്യക്തികൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയുടെ അഭിപ്രായ പ്രകടനമാണെന്ന് പറയരുത്. കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെന്തിനാ ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? ഇവിടെ ഇപ്പോ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ശശികല ടീച്ചർ പറഞ്ഞു, പിന്നെ മാനേജ്മെന്റിന് ചില തീരുമാനങ്ങൾക്ക് ആവശ്യമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാത്തത് കൊണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ് ടീച്ചറുടെ ഈ അറിവിനെ ഞാൻ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ പറയാം, ടീച്ചർക്കറിയാത്തൊരു കാര്യമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാവുന്ന. കാരണം ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തൃശൂർ DCCയുടെ പ്രസിഡന്റായ ശ്രീ ഭാസ്കരൻ നായരാണ്. ദേവസ്വം ബോർഡാണ് ഈ മാനേജ്മെന്റ്. ആ ദേവസ്വം ബോർഡിനെ നിയമിച്ചത് ഞങ്ങളുടെ ഗവൺമെന്റാണ്. അപ്പൊ സ്വാഭാവികമായി ആ മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങളും ചില കാര്യങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ശശികല ടീച്ചർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അധ്യാപികയായി പോയതുകൊണ്ട് എല്ലാം അറിയണമെന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി. ടാക്സിക്കാരിലാണ് യാത്ര പോയത്. അപ്പൊ ആ ടാക്സിയുടെ ഡ്രൈവർ പറഞ്ഞു, സാറേ, ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒന്ന് ഇട്ടുതരാം. കേൾപ്പിച്ചു. ഞാനിവരുടെ പ്രസംഗം കേട്ടു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം വാതരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം. ഞാനൊക്കെ ധരിച്ചു വരുന്നത് ഈ മദനിയാണ് ഏറ്റവും തീവ്രവാദമായി പ്രസംഗം നടത്തുന്ന ഒരാളെന്നാണ്. പക്ഷേ ഒരു മതേതര രാജ്യത്തിൽ ഈ ടീച്ചറുടെ പ്രസംഗമൊക്കെ ഒരു മതേതര രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നേ ഈ ടീച്ചറെ പറഞ്ഞുവിടുമായിരുന്നു. കാരണം ഞാൻ നികേഷിനെ വെല്ലുവിളിക്കുന്നു, ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ഈ ടീച്ചറോട് പറയുന്നു, ഇത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു നാടാണ്. മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഒരു മതേതരാഷ്ട്രമായി മാറിയ രാജ്യമാണ് ഈ രാജ്യം. ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ. ടീച്ചറ് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ്, അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആളാണ്. അല്ലാതെ അവരുടെ സിരകളിലേക്ക് വർഗീയ രക്തം കുത്തിവെക്കേണ്ട ഒരു അധ്യാപികയല്ല നിങ്ങൾ. അതുകൂടെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ഒരു കൂറും വിധേയത്വവും പ്രതിബദ്ധതയും വേണ്ടേ? അല്ലാതെ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി ഒരു ടീച്ചർ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഹൈന്ദവവൽക്കരണം നടത്തുന്നത് മര്യാദയാണോ എന്ന് അതിന് മറുപടി പറഞ്ഞു.